നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഫോൺ 8075214911. വഖഫ് ഭേദഗതി ബിൽ മുസ്ലിം വിഷയമായല്ല, ഭരണഘടനാ വിഷയമായാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP. താനാളൂരിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി വഖഫും മദ്രസയും നന്മയാണ് എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ഭേദഗതി ബിൽ മുസ്ലിം വിഷയമായല്ല, ഭരണഘടനാ വിഷയമായാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP. താനാളൂരിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി വഖഫും മദ്രസയും നന്മയാണ് എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അല്ലാഹുവിലേക്കുള്ള ഒരു സമർപ്പണമാണ്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഡെഡിക്കേഷൻ ടു അല്ലാഹ് എന്നാണ്. അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിലേക്ക് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്? നമ്മളിപ്പോ ഇസ്ലാമിക നിയമം നോക്കുമ്പോ പരിശുദ്ധ ഖുർആനും ഹദീസും അല്ലാനുമാണ് അതിന്റെ നമ്മളെ ആധികാരികമായിട്ടും എടുക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നു, ഒരു വഖഫ് നമ്മൾ ചെയ്യുമ്പോ നെയ്യത്തോടു കൂടി വാമൊഴി മതി ഒരു വഖഫായി. ഇന്ന സ്വത്ത് ഞാൻ വഖഫ് ചെയ്യുകയാണ് എന്ന് ഞാൻ വായ കൊണ്ട് ഉരുവിട്ട് കഴിഞ്ഞാൽ എനിക്ക് നെയ്യത്തുണ്ടെങ്കിൽ അത് വഖഫായി മാറി. ഈ പറയുന്ന ഇസ്ലാമിക തത്വം നമ്മുടെ വഖഫ് നിയമങ്ങളിൽ ഉണ്ടായിരുന്നു. ഓറൽ വഖഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വഖഫ് നിയമങ്ങളിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു ശരി, കാരണം അത് ഇസ്ലാമിക തത്വമാണ്, ഇസ്ലാമിക നിയമമാണത്. ഈ ഓറൽ വഖഫ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ നിയമത്തിൽ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു നിയമം കൂടി ഉണ്ടായിരുന്നു. അതായത് കേന്ദ്ര സർക്കാരിന്റെയും ബാലാവകാശ കമ്മീഷന്റെയും ഇടപെടലുകൾക്കെതിരെ പ്രതിഷേധ സൂചകമായി ധാരാളം പേർ പങ്കെടുത്തു. ഭരണഘടനാ പൗരന് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളായ തുല്യത, മതസ്വാതന്ത്ര്യം തുടങ്ങിയ അവകാശങ്ങളുടെ ലംഘനമാണ് 2024 വഖഫ് ഭേദഗതി നിയമം എന്നും ഹാരിസ് ബീരാൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന വഖഫ് ബോർഡുകളുടെ അധികാരങ്ങൾ ഇല്ലാതാക്കി ഫെഡറൽ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയാണ് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബില്ലിലൂടെ നിർവഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിലേക്ക് വഖഫിന്റെ അധികാരങ്ങൾ കേന്ദ്രീകരിക്കപ്പെടും. വഖഫിലൂടെ കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനാണ് കേന്ദ്ര നീക്കം. വഖഫിന്റെ ഉടമസ്ഥാവകാശം അന്യായക്കാർക്ക് നിർണയിക്കാനുള്ള അധികാരം ശുപാർശ ചെയ്യുന്ന വങ്കത്വമാണ് നിർദ്ദിഷ്ട ഭേദഗതി ബിൽ. പാർലമെന്റിനകത്തും പുറത്തും മതേതര ജനാധിപത്യ മാർഗത്തിൽ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് പിന്തുണ ഏറിവരുന്നത് സന്തോഷം നൽകുന്നതായി ബീരാൻ അഭിപ്രായപ്പെട്ടു. ദൈവപ്രീതി മാത്രം കാംക്ഷിച്ച് വിശ്വാസികൾ സ്വമേധയാ വിട്ടുനൽകിയ സ്വത്തുക്കളിൽ ഇതര മതവിശ്വാസികൾക്ക് എന്ത് കാര്യമെന്ന് തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ആക്ടിവിസ്റ്റും അഭിഭാഷകനുമായ അമീൻ ഹസൻ ചോദിച്ചു. അനവസരത്തിലാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ മദ്രസകൾക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത്. ബാലാവകാശ കമ്മീഷന് മദ്രസകളിന്മേൽ ഒരു കാര്യമില്ല. ആദ്യത്തെ ഇരകൾ മാത്രമാണ് മുസ്ലിംകളെന്നും ഇതര മത സമൂഹങ്ങളിൽ ഫാഷിസ്റ്റ് ഭരണത്തിൽ സമാന പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിഷേധ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും പങ്കാളിത്തം പ്രതിഷേധ സംഗമത്തെ ആകർഷകമാക്കി. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KN മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. വഹബി ഷമീർ കിറാഅത്ത് നടത്തി. TPM മുഹ്സി ബാബു, തോട്ടുങ്ങൽ ഉസ്മാൻ ഹാജി, KNS തങ്ങൾ, CK മുഹമ്മദ് കുട്ടി ഹാജി, ഉബൈദുല്ല താനൂർ, KM ഹമീദ് മൂലക്കൽ, M അബ്ദുറഹ്മാൻ മാസ്റ്റർ, KC ഫിറോസ് ബാബു, KT നൂറുദ്ദീൻ, K കുഞ്ഞിപ്പോക്കർ തുടങ്ങിയവർ സംസാരിച്ചു. TV ന്യൂസ്, താനാളൂർ. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഫോൺ 8075214911.